എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി അയലറ്റ് കർട്ടൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ, ഒരു വിൻഡോയ്ക്ക് നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ, ഒരു വിൻഡോ, അതായത് ഒരു സിംഗിൾ ഡോറുള്ള ഒരു വിൻഡോയ്ക്ക് 2 മീറ്റർ ലെങ്ത്തുള്ള തുണിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മീറ്റർ ലെങ്ത്തിലുള്ള തുണി വേണം ഒരു വിൻഡോയ്ക്ക്. അതായത് ഒരു 4 കള്ളിയുള്ള വിൻഡോയ്ക്കാണെങ്കിൽ 2 മീറ്റർ ഇൻറ്റു 4, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നോക്കുക. ഈ റിങ്സ് വേണം, അതുപോലെ തന്നെ ഈ ഹോൾ ഇട്ടിട്ടുള്ള ഈ പട്ടിയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, നോർമലി ഈ തുണി നമുക്ക് കിട്ടുന്നത് 45 വിഡ്ത്തുള്ള തുണിയാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ 8, 10 അങ്ങനെ ഉള്ള ഹോളുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ ഒറ്റ നമ്പറിലുള്ള ഹോൾ സെലക്ട് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർട്ടൻ കറക്റ്റായിട്ട് കിടക്കില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നോക്കുക, ഈ തുണി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുണി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ഈ പീസ് ഇതിൽ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതിൽ കറക്റ്റ് 10 ഹോളാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ കണ്ടീഷനിൽ ഈ 48 ഇഞ്ച് വീതിയിലുള്ള തുണിയിൽ നമുക്ക് 10 ഹോളുള്ള ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് പിന്ന് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്യുക. 1/2 ഇഞ്ച് വിട്ടിട്ട്, 2 ഭാഗത്തുനിന്നും 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തുണി ചുളിയാതെ ഇത് ചെയ്യുക. ഇത് വെൽവെറ്റ് മെറ്റീരിയലാണ് നമ്മൾ ഈ കർട്ടന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ട്രെച്ച് ആവാനും സാധ്യതയുള്ള ഒരു തുണിയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിന് മീറ്ററിന്, ഈ തുണിക്ക് മീറ്ററിന് 125 രൂപ 150 രൂപ മുതൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വിലയായിരിക്കും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വില ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഹോളിട്ടിട്ടുള്ള ഈ ടേപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിനും മീറ്ററിന് 20 രൂപയൊക്കെയാണ് വിലയുള്ളൂ. അതുപോലെ നമുക്ക് ഈ ഇതിൻ്റെ ആ ഹോള് ഉള്ള ഐലറ്റ് കിട്ടുന്നതിനും നമുക്ക് അതൊരു സെറ്റാണ് വരിക, 100 പീസിൻ്റെ. അതിനൊരു 400 രൂപയോളം നമുക്ക് വില വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കുക, ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നോക്കുക, ആദ്യത്തെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ക്കുന്ന ഈ പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 2 സൈഡും മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ ആ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുള്ളത് കറക്റ്റായിട്ട് വെച്ച് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലേക്കുമുള്ള ഈ 1/2 ഇഞ്ച് വീതി കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നോക്കാം, നമ്മളിതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകൾ ഭാഗം ഇത് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ ടേപ്പ് വൈറ്റ് ടേപ്പ് ഹോളുള്ള ടേപ്പ് നമുക്ക് പുറത്തേക്ക് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടി ഇതെപ്പോഴും ഇതുപോലെ ചെയ്യാന്നുള്ളത്. രണ്ടാമത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടേപ്പ് നമുക്ക് പുറത്തേക്ക് കാണില്ല, നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ പിന്ന് ഒക്കെ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ പണി കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗമുണ്ട്, താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ നമുക്ക് ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഹോളിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഏറ്റവും ആദ്യം തന്നെ നോക്കുക, താഴ്ഭാഗം നമ്മൾ മടക്കി അടിക്കുന്നത്. താഴ്ഭാഗം നമ്മൾ 2 ഫോൾഡ് ചെയ്ത് 6 ഇഞ്ചിൽ ഫോൾഡിങ്, അതായത് ആദ്യം ഒരു 3 ഇഞ്ചും രണ്ടാമത് അടുത്ത ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ടത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വെൽവെറ്റ് പോലത്തെ മെറ്റീരിയലാണ്, വെൽവെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് സ്ലിപ്പാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളത് കണക്കാക്കി പിന്നൊക്കെ കുത്തി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ താഴ്ഭാഗം കൂടിയും കറക്റ്റായിട്ട് നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞു, നമ്മളുടെ കർട്ടൻ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഹോൾ ഇട്ടിട്ട് ആ ഐലറ്റ് റിങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കർട്ടൻ തയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല വില കൊടുത്തിട്ടാണ് ഇത് എല്ലാവരും വാങ്ങിക്കുന്നത്. പലർക്കും അറിയില്ല അതിൻ്റെ സാധനങ്ങളെല്ലാം മാർക്കറ്റ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഇത് നോക്കുക, ഇതിലെങ്ങനെയാണ് ഹോൾ ഇടുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏറ്റവും ആദ്യം നമ്മൾ ഈ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ 2 ഭാഗവും കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ കാണാൻ നല്ല ഭംഗിയും ഫിനിഷിങ്ങും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ 2 ഭാഗവും കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങാൻ പോകുന്നിടത്ത് നിങ്ങൾക്കറിയാം, ഇത് 2 ഭാഗവും കവർ ചെയ്തിട്ട് തന്നെയാണ് കിട്ടുക. ഒരു ഭാഗം തുറന്നിട്ടുള്ളത് എവിടെയും കിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. നോക്കുക, ഇതുപോലെ ഇതൊന്ന് മടക്കി പിടിച്ച് കത്രിക എടുത്ത് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഹോള് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹോള് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ഇതല്ലാതെ ബാക്കി എല്ലാ പണിയും വളരെ ഈസിയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇത് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഇത്രയുള്ള പണി ഇതിൽ കാണിക്കുന്ന സംഭവം നിങ്ങൾക്ക് കാണാം. സാധാരണ
നമ്മൾ തുണി കട്ട് ചെയ്യണ കത്രിക വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഉള്ളിൽ വെച്ചിട്ടുള്ള കട്ടിയുള്ള ടേപ്പ് കട്ടാവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന സംഭവമാണ്. കുറച്ച് ടൈമിൽ നമുക്ക് എക്സ്ട്രാ ചിലവാകുന്നത് ഈ ഒരു ഹോളിടുന്ന പണിയിൽ മാത്രമാണ്. അത് നിങ്ങൾ 2 ഹോളിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോളിടൽ ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നോക്കുക, ഞാനിതിൽ എങ്ങനെയാണ് ഈ ഐലറ്റ് റിങ് ഫിക്സ് ചെയ്യണത് നോക്കുക. ഇതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആ ഹോളിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴത്തേക്ക് വൈറ്റ് പ്ലാസ്റ്റിക് റിങ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ അതിലേക്ക് കറക്റ്റായിട്ട് അത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ലോക്കുണ്ട്. ആ ലോക്കിൽ കറക്റ്റായിട്ട് അത് ലോക്കായിക്കോളും. അപ്പോൾ ഇതിനും ചെറിയൊരു പ്രഷർ നമ്മൾ യൂസ് ചെയ്യണം. എന്നിരുന്നാലും ഇത് വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പ്ലാസ്റ്റിക്കിൻ്റെ റിങ് ഒന്ന് അങ്ങോട്ട് കയറ്റിയിടുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. കണ്ടില്ലേ, ഇത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണിത്. ഇത് കണ്ടു, ഓരോ റിങ്ങും നമുക്ക് ഈ ഹോള് കാണുമ്പോൾ തോന്നും ഈ ഹോളിലേക്ക് ഇത് കയറില്ല എന്ന് തോന്നും. പക്ഷേ കറക്റ്റായിട്ട് അത് കയറും. അത് കറക്റ്റ് സൈസിനാണ് കമ്പനി അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തോന്നും ഈ ഹോളിലേക്ക് ഇത് കയറും എന്നൊക്കെ തോന്നും. ഒരു പേടിയും വിചാരിക്കേണ്ട, നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കയറിക്കോളും. കയറിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന സംഭവമാണ് ഈ ഐലറ്റ് റിങ് വെച്ചിട്ടുള്ള കർട്ടനുകൾ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഓൾറെഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ ലോക്കലായിട്ടുള്ള ഒരുവിധം സ്ഥലങ്ങളിൽ എല്ലാം ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. കർട്ടൻ മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളിലെല്ലാം ഇത് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നോക്കുക, നമ്മളുടെ അവസാനത്തെ റിങ്ങും നമ്മൾ ഇട്ടു. ഇത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാം റിങ്ങുകളും ഇതിൽ ഫിക്സ് ചെയ്ത് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഐലറ്റ് കർട്ടൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, 2 സൈഡും ക്ലോസ് ആണ്. അതായത് ഉള്ളിലുള്ള വെളുത്ത പട്ടി ഇതിൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ റിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഉള്ളതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.